ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിമർശനവുമായി അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ. മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആർക്കും പൗരത്വം നിഷേധിക്കപ്പെടരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് US കമ്മീഷൻ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യയിൽ അഭയം തേടുന്നവർക്കിടയിൽ CAA മതം കൊണ്ടുവരുന്നുവെന്നും നിയമം മുസ്ലിങ്ങളെ പുറത്തു നിർത്തുന്നുവെന്നും US മതസ്വാതന്ത്ര്യ കമ്മീഷണർ സ്റ്റീഫൻ ഷ്നെക് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനാണ് നിയമം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നതെങ്കിൽ അതിൽ മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള അഹമ്മദിയ മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹസാര ഷിയയും ഉൾപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യ പ്രശ്നങ്ങൾ തുറന്നുകാട്ടുന്നത് തുടരാനും ഭരണകൂട പ്രതിനിധികളുമായുള്ള ചർച്ചകളിലും പ്രധാനമായി കോൺഗ്രസ് പ്രതിനിധികളുമായുള്ള ചർച്ചകളിലും മതസ്വാതന്ത്ര്യം ഉൾപ്പെടുത്താനും കോൺഗ്രസ് അംഗങ്ങളോട് CIRF അഭ്യർത്ഥിച്ചു. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് അഭയാർത്ഥികളും ചൈനയിൽ നിന്നുള്ള ഉയ്ഗൂർ തുർക്കിക് മുസ്ലിങ്ങളും അടക്കം മുസ്ലിം ഇതര ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നവർ പൗരത്വ നിയമത്തിൽ ഉൾപ്പെടുന്നില്ലെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. CAA പാസാക്കിയതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, മീരാൻ ഹൈദർ എന്നിങ്ങനെ നിരവധി പേർ UAPA നിയമപ്രകാരം ഇപ്പോഴും ജയിലിൽ കഴിയുന്നുവെന്നും കമ്മീഷന്റെ മറ്റൊരു കമ്മീഷണർ ഡേവിഡ് കറി ചൂണ്ടിക്കാട്ടി. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ചതിന് ഏകപക്ഷീയമായി തടവിലാക്കിയ മനുഷ്യാവകാശ പ്രവർത്തകരെ മോചിപ്പിക്കാൻ ഇന്ത്യൻ അധികൃതരോട് ആവശ്യപ്പെടണമെന്നും CIRF US ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചു. 2019 ഡിസംബർ 11 ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത്. 2024 മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു. 2014 ഡിസംബർ 31 മുമ്പ് രാജ്യത്തെത്തിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതക്കാർക്ക് മാത്രമാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുക. അതായത് ഈ പട്ടികയിൽ മുസ്ലിങ്ങൾ ഇല്ല. 2021 പട്ടാള അട്ടിമറിയെ തുടർന്ന് മ്യാൻമറിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ നാടുകടത്താൻ ഇന്ത്യൻ സർക്കാർ നീക്കം നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തിയവർക്ക് മാത്രം പൗരത്വം കൊടുക്കുന്നത്. എന്നാൽ CAAയിലൂടെ പൗരത്വമില്ലായ്മ എന്ന പ്രശ്നത്തെ പരിഹരിക്കുകയും മനുഷ്യാവകാശങ്ങളെ പിന്തുണയ്ക്കുകയുമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ സർക്കാർ അവകാശപ്പെടുന്നത്. CAA ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഇന്ത്യയിലെ മനുഷ്യാവകാശ രേഖയെക്കുറിച്ച് പ്രതികരിക്കാൻ US കമ്മീഷന് അവകാശമില്ലെന്നും ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യം നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും US കോൺഗ്രസ് സ്ഥാപിച്ച ഒരു സ്വതന്ത്ര ഉഭയകക്ഷി ഫെഡറൽ ഗവൺമെൻറ് സ്ഥാപനമാണ് CIRF. അതേസമയം രാജ്യത്തിൻ്റെ മതേതര നിലപാടിന് വിരുദ്ധമായി മതം നോക്കി പൗരത്വം നൽകുന്ന നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷം അവരുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി CAA ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്.